ഹലോ ഗൈസ്, നമ്മുടെ ബിരിയാണിയുടെ പരിപാടി തുടങ്ങിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഉള്ളി, മല്ലിച്ചപ്പ്, പുതിന, തക്കാളി, പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി പേസ്റ്റ്, ചെറുനാരങ്ങ നീര്. ഇറച്ചി നല്ലപോലെ കഴുകുക. കഴുകിയ ഇറച്ചി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഉള്ളി, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, ചെറുനാരങ്ങയുടെ നീര്, സൺഫ്ലവർ ഓയിൽ അല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം, മീറ്റ് മസാല, നൂറ് ഗ്രാം മീറ്റ് മസാല, കാശ്മീർ ചില്ലി അല്പം, മഞ്ഞപ്പൊടി അല്പം, ബിരിയാണി മസാല, നമ്മളുടെ സ്പെഷ്യൽ ബിരിയാണി മസാലയാണ്, അത് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ്. അതിനുശേഷം മല്ലിച്ചപ്പ്, പുതിന അതിൻ്റെ മേലെ കുറച്ച് വിതറി കൊടുക്കുന്നു. മല്ലിച്ചപ്പ്, പുതിന ചെറുതായി അരിഞ്ഞത്. അതിനുശേഷം അരി കഴുകുകയാണ്. അരി ഇടാൻ വേണ്ടി നമ്മൾ വെള്ളം തിളപ്പിക്കാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ അരിയുടെ മൂന്ന് ഭാഗം വെള്ളം വെച്ചു. അതിലേക്ക് ഏലക്ക, പട്ട, കറാമ്പൂ ഇട്ടു. അതിനുശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം അരി ഇടുകയാണ്. നമ്മുടെ കുഞ്ഞിമോനാണ് അതിൻ്റെ മെയിൻ. അസിങ്കാക്കയും സഹായത്തിനുണ്ട്. അതിനുശേഷം അരി നല്ലപോലെ ഇളക്കി. അരി ഒരു 3/4 വേഗമാകുമ്പോൾ നമ്മൾ ഊറ്റി നമ്മുടെ ബീഫിലേക്ക് ഇടുകയാണ്. മസാല വെച്ച ബീഫ് മസാല ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അതിലേക്ക് നമ്മൾ ചോറ് കോരിയിടുന്നു. ചോറ് ഊറ്റിയിടുന്ന കാര്യത്തിൽ നമ്മുടെ കുഞ്ഞുമോന് നമ്മളെ നല്ലപോലെ സഹായിക്കുന്നുണ്ട്. അസൈങ്കാക്കയും പിന്നാലെയുണ്ട്. അതിനുശേഷം ഇടയിലെ ലെയറായി നമ്മളുടെ ഒരു ബിരിയാണി മസാല കൂട്ടുണ്ട്. അത് ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പുതിന എന്നിവയും ബിരിയാണി മസാലയും ചേർത്ത് ഇളക്കി വെച്ച ഒരു മസാലയാണ്. അത് ലെയറായി നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മൂടി നമ്മൾ അതിൻ്റെ മേലെ തീ കോരിയിടുകയാണ്. ദമ്മിടുക എന്നാണ് അതിന് പറയുക. ഇത് നമ്മളുടെ ബിരിയാണി ഇപ്പോൾ ദമ്മ് പൊട്ടിക്കുകയാണ്. ദമ്മ് പൊട്ടിച്ച് നല്ലപോലെ ഇളക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, സഹായിക്കുക.